ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് സ്വപ്നതുല്യമായ ഒരു രാജ്യത്തേക്കാണ്. ഒരുപാട് കാലമായി ഞങ്ങളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഇന്നത്തെ ഈ യാത്ര. എവിടെയോ കണ്ട ഒരു ചിത്രം, ഒരിക്കൽ കണ്ട ഒരു വീഡിയോ, അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന ചിന്ത മാത്രം മതി ഒരു സ്വപ്നം ജനിക്കാൻ. അതെ, ചില സ്വപ്നങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസത്തിൽ പിറക്കുന്നവയല്ല, വർഷങ്ങളോളം മനസ്സിൽ നിശബ്ദമായി വളർന്ന് ഒരു നാൾ യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുന്നവ. മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പിൽ മുങ്ങിയ താഴ്വരകളും ശാന്തമായ തടാകങ്ങളും, അങ്ങനെ ഓരോ കാഴ്ചയും ഒരു പോസ്റ്റ് കാർഡ് പോലെയുള്ള ആ രാജ്യം ഇന്ന് എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പക്ഷേ ഈ യാത്രയെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ യാത്രയാകുന്നത് ഇതൊരു വെറും ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ല എന്നതാണ്. ഇതിവൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പ് കൂടിയാണ്. ഒരു ഫാദർ എന്ന നിലയിൽ എൻ്റെ മകൻ്റെ പിറന്നാൾ ഒരു കേക്ക് മുറിക്കുന്ന ദിവസമായി മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഓർമ്മയായി മാറ്റണം എന്നൊരു ആഗ്രഹം ഈ യാത്രയ്ക്ക് പിന്നിലുണ്ട്. അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ആ അത്ഭുതവും പുതിയ ലോകം കാണുന്ന ഓരോ നിമിഷവും, അവയെല്ലാം എനിക്ക് വാക്കുകളാൽ പറയാൻ കഴിയാത്ത സന്തോഷമാണ്. ഞങ്ങളുടെ സ്വപ്നവും അവൻ്റെ പിറന്നാളും ഒരുമിച്ച് ചേർന്ന ഒരു ഇമോഷണൽ ജേണിയാണിത്. ഫ്ലൈറ്റ് ഇറങ്ങിയ ഞങ്ങൾ നേരെ ചെന്ന് കയറുന്നത് ഈ കാണുന്ന മെട്രോയിലേക്കാണ്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ മെട്രോയിൽ കയറണം അത്രേ. എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ബർത്ത്ഡേയും വാലൻറ്റൈൻസ് ഡേയും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സ്വിറ്റ്സർലാൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട്, എക്സ്പെൻസീവ്. സത്യം പറഞ്ഞാൽ ഇവിടെ കാലുകുത്തിയ നിമിഷം മുതൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഒരു ചെറിയ കാപ്പി ഓർഡർ ചെയ്താൽ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇതിൻ്റെ പ്രൈസ് ശരിയാണോ എന്ന ചോദ്യം തന്നെയാണ്. ഹോട്ടൽ, ഭക്ഷണം, ട്രാൻസ്പോർട്ട് എല്ലാം തന്നെ നമ്മൾ 2 തവണ ആലോചിച്ച് ചിലവാക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. പക്ഷേ ഒരിക്കൽ ആകാശത്തേക്ക് നോക്കിയാൽ മഞ്ഞുമൂടിയ മലനിരകൾ കണ്ടാൽ, കണ്ണെത്തും വരെയുള്ള പച്ചപ്പുള്ള താഴ്വരകൾ കണ്ടാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, അതെ, ഇത് എക്സ്പെൻസീവാണ്, പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി പ്രൈസ്ലെസ് ആണ്. ട്രെയിൻ യാത്രയാണെങ്കിലും ഒരു ചെറിയ വില്ലേജ് ആയാലും ഇവിടെയുള്ള ഓരോ കാഴ്ചകളും നമ്മളെ നിശബ്ദരാക്കും. പൈസ കുറച്ച് കൂടുതലായി പോകും, അതിൽ സംശയമില്ല. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, പീസ്, മെമ്മറീസ് അതിനൊരു പ്രൈസ് ടാഗുമില്ല. അതിനാലാണ് ആളുകൾ പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ഈസ് എക്സ്പെൻസീവ് ബട്ട് എവറി ഫ്രാങ്ക് ഈസ് വർത്ത് ഇറ്റ്. ഇവിടെയാണ് ഞങ്ങളിന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യം പറയുമ്പോൾ മഞ്ഞും മൂടിയ മലനിരകൾക്ക് പിന്നാലെ മനസ്സിൽ വരുന്ന മറ്റൊരു പേര് കൂടിയാണ് ചോക്ലേറ്റ്. അതിലേറ്റവും പ്രശസ്തമായ ഒരിടമാണ് ലിൻഡ്ഹോം ചോക്ലേറ്റ്. ഇവിടെ കാൽ വെച്ച നിമിഷം മുതൽ തന്നെ ഒരു ചോക്ലേറ്റ് വീട്ടിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മുന്നിൽ നിങ്ങൾ കാണുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫൗണ്ടെയിനാണ്. ഉരുകിയ ചോക്ലേറ്റാണ് ഈ മുകളിൽ നിന്നും താഴേക്ക് ഒഴുകി വരുന്നത്. ഹായ്, താങ്ക് യു. വഞ്ചപ്പൻ്റെ ചോക്ലേറ്റ് ആണ്. ഈ ലിൻഡ് എന്ന് പറയുന്നത് തലമുറകളായി ലോകത്തിൻ്റെ വിശ്വാസം നേടിയ ഒരു ബ്രാൻഡാണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ഷോപ്പിലേക്കല്ല, ഒരു ഡ്രീം വേൾഡിലേക്കാണ്. ലിൻഡ്ഹോം ചോക്ലേറ്റ്. ഈ ഗേറ്റ് കിടക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് കയറി വന്ന പോലെ തോന്നും. ചുറ്റും നിറഞ്ഞിരിക്കുന്ന പ്യുവർ ചോക്ലേറ്റിൻ്റെ മണം, നിശബ്ദമായി ഒഴുകുന്ന സ്വീറ്റ് ഹാപ്പിനെസ്. ഇത് വെറും ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന പ്ലേസ് അല്ല, ഇത് ചോക്ലേറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ജേണിയാണ്. ലിൻഡ്ഹോം ചോക്ലേറ്റ് ടൂർ
തുടങ്ങുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചോക്ലേറ്റ് ഷോപ്പിൽ നിന്നാണ്. ഇവിടെ കാൽ വെക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റിലല്ല, ഒരു ചോക്ലേറ്റ് കിങ്ഡത്തിൽ നിൽക്കുന്ന പോലെ തോന്നും. ചുറ്റും കണ്ണെത്തുന്നിടത്തോളം ലിൻ ചോക്ലേറ്റുകൾ മാത്രം. ഇവിടെ കാണുന്ന നിറങ്ങളും ഷേപ്പുകളും പാക്കുകളും എല്ലാം കണ്ടാൽ എവിടെ നോക്കണം എന്ന് പോലും അറിയില്ല. ഇതൊരു സാധാരണ ഷോപ്പല്ല. ഇവിടെ കിട്ടുന്നത് ഫ്രഷായി ഫാക്ടറിയിൽ നിന്നും വന്ന ചോക്ലേറ്റാണ്. അതുകൊണ്ട് മണം പോലും കുറച്ച് ഡിഫറെൻ്റായാണ് തോന്നുന്നത്. ചോക്ലേറ്റ് ലിൻ ബാർ മുതൽ ലിമിറ്റഡ് എഡിഷൻ ഫ്ലേവർ വരെ ഇവിടെയുണ്ട്. ഗിഫ്റ്റ് ബോക്സുകൾ, കിഡ്സ് ചോക്ലേറ്റ്, ലക്ഷറി കളക്ഷൻ എല്ലാം ഒരിടത്ത്. ഒരു സെൽഫിന് മുന്നിൽ നിന്നാൽ ഏതെടുക്കണമെന്ന കൺഫ്യൂഷനാണ്. ഈ ഷോപ്പിൽ നിന്നിറങ്ങുമ്പോൾ കൈ നിറയെ ചോക്ലേറ്റുകൾ മാത്രമല്ല, മുഖത്തൊരു വലിയ സ്മൈൽ കൂടി ഉണ്ടാവും. ലിൻ ഫാക്ടറി ഷോപ്പ് ഇതൊരു ഷോപ്പിംഗ് പ്ലേസ് മാത്രമല്ല, ടൂർ കഴിഞ്ഞ് സ്വീറ്റ് എൻഡിങ് തരുന്ന ഒരു പെർഫെക്റ്റ് ഫിനാലെ കൂടിയാണ്. നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒന്നുപോലും വാങ്ങാതെ പുറത്തു പോകാൻ കഴിയില്ല, അത് ഉറപ്പാണ്. ഇനിയുള്ളത് സെയ്ദ് മാലിക്കിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇവിടെ നിന്ന് അവന് ഇഷ്ടമുള്ള കേക്കും ജ്യൂസും എല്ലാം വാങ്ങി ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങുകയായി. You win? Yes. ഇത് വെറും ഒരു ചോക്ലേറ്റ് പ്ലേസ് അല്ല, ഇത് ചോക്ലേറ്റ് എങ്ങനെ ജനിക്കുന്നു എന്നതിൻ്റെ പൂർണ്ണമായൊരു കഥയാണ്. ഇപ്പോൾ ഞങ്ങൾ ലിൻഡ് ഹോം ചോക്ലേറ്റ് എന്ന ഫാക്ടറി എക്സ്പീരിയൻസിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നതുവരെയുള്ള ഓരോ സ്റ്റെപ്പും ബ്യൂട്ടിഫുള്ളായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിടിച്ചിറങ്ങും. മണോ അല്ലേ? കൊക്കോ അവന് കാണിച്ചു കൊടുക്കട്ടെ, അവന് കാണിച്ചു കൊടുക്കട്ടെ. മാംഗോ ചവിട്ടരുത്. അതൊന്നും എടുക്കരുതേ. അയ്യോ
കേൾക്കാൻ പറ്റുള്ളൂ. കാണില്ല. ആദ്യ ഭാഗം തുടങ്ങുന്നത് കൊക്കോ ബീനിൽ നിന്നാണ്. ചോക്ലേറ്റിൻ്റെ ആത്മാവ് തന്നെയാണ് ഈ കൊക്കോ ബീൻ. ഇത് എവിടെയാണ് വളരുന്നത്, ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ലിൻഡ് കൊക്കോ വാങ്ങുന്നത്, കർഷകർ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ബീൻസ് വളർത്തുന്നത്, എല്ലാം ഇവിടെ വിഷ്വൽസിനൊപ്പം വളരെ ക്ലിയറായി കാണിച്ചിരിക്കുന്നു. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് മാത്രമല്ല, അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുണ്ട് എന്നിവിടെ നിന്നാൽ നമുക്ക് മനസ്സിലാവും. ആ കൊക്കോ മരം കണ്ടോ, കർഷകർ അവിടെ നിന്ന് കൊക്കോ പറിച്ചിട്ട് അവരെല്ലാം സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുരു എടുക്കും. കുരു എടുത്തിട്ട് ആ കുരു ഇങ്ങനെ എല്ലായിടത്തും പോയി ടച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ കൊക്കോ ബീൻ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു, ക്രഷ് ചെയ്യുന്നു, പേസ്റ്റായി മാറുന്നു എന്ന പ്രോസസ്സാണ്. ഈ സ്റ്റേജിലാണ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഡെവലപ്പ് ആകുന്നത്. റോസ്റ്റിംഗ് ടെമ്പറേച്ചർ, ടൈമിംഗ് എല്ലാം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ സ്വിസ് ക്വാളിറ്റി പോസിബിൾ അല്ല. അവിടെ നിന്നും കൊക്കോ മാസ്, കൊക്കോ ബട്ടർ, ഷുഗർ, മിൽക്ക് പൗഡർ എന്നിവയെല്ലാം സ്പെസിഫൈഡ് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നു. ചോക്ലേറ്റ് മേക്കിംഗ് ഒരു കുക്കിംഗ് പ്രോസസ്സല്ല, ഒരു സയൻസാണ് എന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓപ്പൺ. ഇതേപോലെ തന്നെ അല്ലേ ഒരു ഫോട്ടോ മാത്രം സെയിം. ഇതാണ് വൈറ്റ് ചോക്ലേറ്റ്. നോക്കി ഇങ്ങോട്ട് നോക്കി, ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എടുക്കാം. ഒരു 3-4 സ്പൂണൊക്കെ നീര് ആ മറ്റേ പാത്രം ചോക്ലേറ്റാ നോർമലോ? ഞാൻ സ്പൂൺ പിടിക്കും. ഏത് ചോക്ലേറ്റ് ആണോ? ഇത് മതി. ദിസ് വൺ? ഓക്കെ. എത്ര വന്നേക്കാം. This one's got sweeter. മതി. അവൻ്റെ മറ്റേ കറിപ്പാത്രം ഇല്ലേ, അതിങ്ങനെ എടുത്തോ. ഈ ചോക്ലേറ്റിൻ്റെ ബാറാണ് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഒരു കാര്യം കോരി എടുക്കാം. നിലത്തിറക്കാൻ എന്തൊക്കെ എടുക്കാം. വേണ്ട, കയ്യിലെടുക്കും. കൈ കാണിച്ചാൽ മതി. എനിക്ക് മിൽക്കി പറയാം കിട്ടിയതെടുക്ക്. എല്ലാത്തിൽ നിന്നും ട്രൈ ചെയ്തോ. ഡയറി മിൽക്കാണിത്, മറ്റേ ലിൻഡിൻ്റെ.
തേങ്ങ തേങ്ങ. തേങ്ങ എല്ലാ ചോക്ലേറ്റും എടുത്താ മോളെ? ശബ എല്ലാം എടുത്താ? ഇഷ്ടാനുസരണം മിഠായി എടുക്കാന്നാണ് ചേച്ചി പറഞ്ഞത്. ഇഷ്ടം പോലെ മിഠായി എടുത്തോളാം ചോക്ലേറ്റ്. അയ്യോ കിറ്റ് എടുത്താ? ഇത് തുറന്നിടാ എന്നിട്ട് ഇതിലോട്ടിടാ. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. ദിസ് ഈസ് നോട്ട് ഇന്ത്യ. ഓക്കെ ആ കടയിൽ നിന്ന് പൈസ കൊടുത്തു അങ്ങനെ ഇത്ര നല്ല ലാഭമായി. അതെ പറഞ്ഞേ. ഇഷ്ടമുള്ള അത്ര എടുത്തു. ആ ബാഗ് നിറച്ചു. പാപ്പിക്കേണ്ട. കടകാലിയാക്കലല്ലോ. എടിത് ഫാക്ടറിയാണ് കേട്ടോ. ഫാക്ടറിയാണ്, കടകാലിയാക്കൽ എന്നല്ല. ആവശ്യത്തിനെടുത്താൽ മതി. ഇതാണോ ആവശ്യം? അവസാനം പുറത്തിറങ്ങുമ്പോ ഇതിന്റെയൊക്കെ ബില്ല് കൊടുക്കണമെന്ന് തന്നെ നീ കൊടുത്തോളൂണ്ടോ? സയ്യു മതിയടാ, ഇതൊക്കെ ആര് തിന്നും? മതിയട സയ്യു. എത്ര കൊടുത്ത്? എന്താ ആ ലാസ്റ്റത്തേണത്. C'est le dernier Auguste? Ouais. Non, monsieur pas possible. Sayo. Ok, je vais voir. La bonne Florent, il va avoir കാക്ക കാർ വന്നിട്ടുണ്ടല്ലോ. കാർ വന്നിട്ടുണ്ടല്ലോ. വേഗം Okay.